പി ദിവ്യയെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ എഡിഎമ്മിന്റെ മരണത്തിൽ പി ദിവ്യയ്ക്ക് തെറ്റുപറ്റിയെന്ന മുഖ്യമന്ത്രി. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നിലപാടിൽ തെറ്റില്ലെന്നും മുഖ്യമന്ത്രി. സിപിഎം കണ്ണൂർ ജില്ലാ സമ്മേളന ചർച്ചയുടെ മറുപടിയിലാണ് പിണറായി വിജയന്റെ പ്രതികരണം. വിശദാംശങ്ങളുമായി നിഖിൽ എയുണ്ട്. നിഖിൽ, കണ്ണൂരിലും പി ദിവ്യയെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഈ യാത്രയയപ്പ് ചടങ്ങിൽ പി ദിവ്യ നടത്തിയത് ന്യായീകരിക്കാനാകാത്ത പരാമർശമാണ് എന്ന് പ്രവർത്തന സമിതി റിപ്പോർട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? ആതിര, തീർച്ചയായും CPM-ന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ തന്നെ ന്യായീകരിക്കാനാവാത്ത തെറ്റാണ് പി ദിവ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ആ യാത്രയയപ്പ് യോഗത്തിൽ അങ്ങനെ സംസാരിച്ചത് ശരിയായിരുന്നില്ല എന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ തന്നെ CPIM പരാമർശിച്ചതാണ്. ഇന്നലെ നടന്ന പൊതു ചർച്ചയിലാണ് ഇത്തരത്തിൽ പി ദിവ്യയുമായി ബന്ധപ്പെട്ട വിഷയം വീണ്ടും ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ബഹുഭൂരിപക്ഷം അംഗങ്ങളും പാർട്ടി എടുത്ത നിലപാടിനൊപ്പമായിരുന്നു. ദിവ്യക്കെതിരെ നടപടിയെടുത്തത് ശരിയാണ് എന്ന നിലപാട് അറിയിച്ചു. മാത്രമല്ല, ഇത്തരത്തിൽ ഈ പി ദിവ്യയുടെ ഭാഗത്തു നിന്നുണ്ടായത് വീഴ്ചയാണ് എന്ന ഒരു പൊതുവായ വികാരം തന്നെയാണ് ഈ പ്രതിനിധികളിൽ ഭൂരിഭാഗവും പങ്കുവച്ചതും. എന്നാൽ ചുരുക്കം ചില പ്രതിനിധികൾ ഇത്തരത്തിൽ പി ദിവ്യക്കെതിരായ നടപടി മാധ്യമ വിചാരണയ്ക്ക് കീഴ്പ്പെട്ട് എടുത്ത ഒരു നടപടിയാണെന്ന പ്രതീതി ഉണ്ടാക്കി എന്ന തരത്തിലുള്ള ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ മറുപടി, ഈ സമ്മേളനത്തിലെ പൊതുചർച്ചയ്ക്ക് മുഖ്യമന്ത്രി മറുപടി നൽകുന്നത്. അവിടെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് പി ദിവ്യ പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. അത്തരത്തിലൊരു ജാഗ്രതക്കുറവ് പി ദിവ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് മുഖ്യമന്ത്രി പറയുന്നത്. ഒപ്പം തന്നെ ഈ പി ദിവ്യയെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ച പ്രതിനിധികൾ പറഞ്ഞിരുന്ന ഒരു കാര്യം, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങൾ, അത് തുടക്കത്തിൽ ഉണ്ടായ പ്രതികരണങ്ങൾ അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നതായിരുന്നു എന്ന തരത്തിലായിരുന്നു ഒരു വിമർശനം വന്നിരുന്നത് പാർട്ടിക്കെതിരെ. എന്നാൽ മുഖ്യമന്ത്രി അക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് പറഞ്ഞു. തുടക്കത്തിലെ ആ പ്രസ്താവനകൾ ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി എടുത്ത നിലപാട് ഈ വിഷയത്തിൽ ശരിയായിരുന്നു, അവർക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്നുകൂടി മുഖ്യമന്ത്രി പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഏതായാലും CPM-ന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം അതിൻ്റെ അവസാന സമയങ്ങളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ സെക്രട്ടറി ആരാണ് എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ ഒരു വ്യക്തത വരും. നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് നിലവിലെ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ തന്നെ ജില്ലാ സെക്രട്ടറിയായി തുടരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അവസാന നിമിഷങ്ങളിൽ എന്തെങ്കിലും മാറ്റത്തിനുള്ള തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള, മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒക്കെ പങ്കെടുത്തുകൊണ്ടുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം ആ യോഗം പൂർത്തിയാവുകയും ചെയ്യും. അതോടുകൂടി CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി വീണ്ടും MV ജയരാജൻ വരുമോ അതോ പകരം മറ്റൊരാൾ വരുമോ എന്ന കാര്യത്തിലൊരു വ്യക്തത വരും. ശരി, നിഖിലയാണ് വിശദാംശങ്ങൾ നൽകിയത്.